ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കിഡിലൻ പൊറോട്ടയാണ് കേട്ടോ. വളരെ സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ലെയറും ഉള്ളതുമായിട്ടുള്ള ഒരു ടേസ്റ്റി പൊറോട്ടയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഇതുപോലൊരു പാത്രത്തിൽ 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഉപ്പും പഞ്ചസാരയും പൊടിയൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേറൊരു പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പാൽപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് നോർമൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് സാദാ പച്ചവെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ കട്ടകളൊക്കെ ഒടിച്ച് നല്ല രീതിയിലൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഇത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ആവശ്യം വരും. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. വീണ്ടും വെള്ളം ചേർക്കുക, കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മൾ സാധാ നമ്മുടെ പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ ആ ഒരു പാകത്തിനേക്കാളും ലേശം വെള്ളം കൂടുതലായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാൽ കൂടി പോവുകയും ചെയ്യരുത്. അപ്പം ഞാനിതാ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്നുകൂടെ കുഴച്ചെടുക്കണം കേട്ടോ. ഇതാ ഞാൻ ചെയ്യുന്ന ഇതുപോലൊന്ന് ഒരു 15 മിനിറ്റോളം നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പൊറോട്ട നന്നായി കിട്ടുക കേട്ടോ. പൊറോട്ട നല്ല രീതിയിൽ പെർഫെക്റ്റായി കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ലേശം പൊടി ചേർത്ത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം ഇതുപോലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ചെടുത്ത മാവ് ആ പാത്രത്തിൽ തന്നെ ഇട്ടെടുക്കാം. അതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അടിഭാഗത്തും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് അല്ലെങ്കിൽ തോർത്ത് കൊണ്ടോ അല്ലെങ്കിൽ വൃത്തിയുള്ള തോർത്തായിരിക്കണം, അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു കോട്ടൺ തുണി കൊണ്ട് നമ്മൾ നനച്ചിട്ട് ഇതുപോലെ ഒന്ന് മേൽഭാഗത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വെക്കണം. ഇതുപോലെ ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴും പൊറോട്ട പെർഫെക്റ്റായി കിട്ടും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു 5ഓ 6ഓ കഷ്ണമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2, 4, 6 കഷ്ണമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിനൊരു കഷ്ണം എടുത്തിട്ട് നമ്മളിതാ ഇടത്തെ കയ്യിൽ വെച്ചിട്ട് വലത് കൈ കൊണ്ട് ഇതുപോലൊന്ന് ചെയ്യാട്ടോ. അങ്ങനെ ചെയ്ത് നമ്മൾ ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഞാൻ മറ്റുള്ളതും ഇതുപോലെ ഞാൻ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നന്നായി ഒഴിച്ചെടുക്കണം കേട്ടോ. നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. അതിന് ശേഷം ആ ഒരു തുണി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇത് കൂടിയത് 1 മണിക്കൂറെങ്കിലും വെച്ചെടുക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെയും ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ കുറച്ച് നല്ല രീതിയിലൊന്ന് ഓയിൽ ഇട്ടെടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നായി പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പൊറോട്ട വീശുന്നില്ല, വീശാതെ തന്നെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വീശുന്നവർക്ക് ഇത് ചെറുതാക്കി ഇതാക്കിന് വീശി കൊടുക്കാം കേട്ടോ. ഞാൻ വീശാതാണ് ഇവിടെ ചെയ്യുന്നത്. വീശാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ലൊരു ക്രിസ്പി ആയിട്ടും കിട്ടും. ഇനി ഇത് ഒരു അരമണിക്കൂർ ചുരുങ്ങിയാൽ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം ഓരോന്നായിട്ട്. ഞാൻ അവിടെ പരത്തിയെടുക്കുന്നുണ്ട്. ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ കേട്ടോ. പരത്തി കഴിഞ്ഞാൽ ഇത് 2 കൈ കൊണ്ടും ഇതുപോലെ എടുത്തിട്ട് വേണം ചുട്ടെടുക്കാൻ. അപ്പോൾ ഞാൻ അത് ചുട്ടെടുക്കാനായിട്ട് പത്തിരിക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മേൽഭാഗം വെന്ത് കഴിയുമ്പോൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 എണ്ണമാണ് ഒരുമിച്ച് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 3 ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ചൂടോടുകൂടെ തന്നെ 2 കൈ കൊണ്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ലെയറൊക്കെ ഒന്ന് ശരിയായി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.